അമൃത വിശ്വവിദ്യാപീഠം വികസിപ്പിച്ച വയർലെസ് സെൻസർ നെറ്റ്വർക്ക് സാങ്കേതികത ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങൾക്കും ദേശീയതല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കും. മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ പുതിയ സംവിധാനം ഉപയോഗപ്രദമെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇന്ത്യയൊട്ടാകെ നിർണായക മേഖലകളിൽ ഈ സാങ്കേതിക പ്രയോജനപ്പെടുത്താനുള്ള നീക്കം. 10ഓളം വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ചു നടത്തിയ ഗവേഷണത്തെ തുടർന്നാണ് പുതിയ സംവിധാനം യാഥാർത്ഥ്യമായത്. കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെയായിരുന്നു ഗവേഷണം. 5 വിഭാഗങ്ങളായാണ് ഗ്രീൻ ഓസ്കാർ നൽകുന്നത്. 9 രാജ്യങ്ങളിൽ നിന്നുള്ള 10 സ്ഥാപനങ്ങളാണ് അവസാന 10-ലുള്ളത്. ഭക്ഷ്യസുരക്ഷയും ഊർജ്ജ സംരക്ഷണവും എന്ന വിഭാഗത്തിലാണ് ബയോടെക്കിനെ ഗ്രീൻ ഓസ്കാറിനെ പരിഗണിച്ചത്. SKG സംഘമാണ് ഈ വിഭാഗത്തിൽ ബയോടെക്കിനോട് മത്സരിക്കുന്നത്. ബയോടെക്കിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഡയറക്ടർ സജി ദാസ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട 2 മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ഗാർഹിക മാലിന്യ സംസ്കരണം, അതായത് വീടുകളിലെ മാലിന്യങ്ങൾ. മറ്റൊന്ന് മാർക്കറ്റുകൾ, അറവുശാലകൾ തുടങ്ങിയ പൊതുസ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ സംസ്കരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പ്രാദേശികമായി സ്ട്രീറ്റ് ലൈറ്റിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള 2 പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. വിവിധതരം കുടുംബങ്ങൾക്ക് അനുയോജ്യമായ 9 തരം പാചകവാത പ്ലാന്റുകളാണ് ബയോടെക് വികസിപ്പിച്ചിട്ടുള്ളത്. ഇവ 13,000 വീടുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 220 പൊതുസ്ഥലങ്ങളിലും പ്ലാന്റുകളുണ്ട്. സംസ്ഥാനത്തെ 20 ചന്തകളിൽ മാലിന്യങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളും ബയോടെക് സ്ഥാപിച്ചിട്ടുണ്ട്. ജൂൺ 16-ന് ലണ്ടനിലെത്താൻ ബയോടെക് ഡയറക്ടറെ അധികൃതർ ക്ഷണിച്ചിട്ടുണ്ട്. അമേരിക്കൻ മുൻ വൈസ് പ്രസിഡന്റ് അൽഗോറാണ് അവാർഡ് നൽകുക. 1994-ൽ പ്രവർത്തനം തുടങ്ങിയ ബയോടെക്കിന് 3 തവണ സംസ്ഥാന സർക്കാരിന്റെ ഊർജ്ജ സംരക്ഷണ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 3 ഉൽപാദക യൂണിറ്റുകളും ബയോടെക്കിനുണ്ട്. 200 പേർക്ക് സ്വയം തൊഴിലവസരവും ബയോടെക് നൽകുന്നു.